ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ UPI വഴിയൊക്കെയാണല്ലോ ഇന്നത്തെ ട്രാൻസാക്ഷൻ. ഫുള്ള് ട്രാൻസാക്ഷനും നമുക്ക് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ UPI വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്പുകൾ വഴി നമ്മൾ UPI ചെയ്യുന്നുണ്ട്. UPI ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ടൊരു നമ്മുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് അവരുടെ നമ്പറിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ലിമിറ്റഡ് എക്സീഡൊക്കെ ആയത് ശേഷം അവർ വേറൊരു നമ്പർ തന്നിട്ട് നമ്മളോട് പറയുക ഈ നമ്പറിലേക്ക് ക്യാഷ് അയക്കുന്നു. നമ്മൾ അവരുടെ വാക്ക് കേട്ട് അയക്കുകയും ചെയ്തു. ചിലപ്പോൾ ഒന്നുകിൽ അവർ പറഞ്ഞ നമ്പർ നമുക്ക് മാറിപ്പോവാം അല്ലെങ്കിൽ തെറ്റിപ്പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വേണമെന്ന് പറഞ്ഞ് നമ്മളെ ഒരു ചതിക്കുഴിയിലേക്ക് ആക്കാം. അങ്ങനെ എങ്ങനെ ആയാലും നമ്മുടെ ക്യാഷ് നമുക്ക് മിസ്സായി എന്ന് തോന്നിയാൽ നമ്മൾ വേണ്ടാത്ത ഒരാൾക്കാണ് ആ ക്യാഷ് അയച്ചു കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കേണ്ട സ്ഥലത്തല്ല അത് അയച്ചു കൊടുത്തത് എന്ന ഒരു ഇതുണ്ടാകുമ്പോൾ നമുക്ക് ഒട്ടും നിങ്ങൾ ആശങ്കപ്പെടേണ്ട, വെപ്രാളപ്പെടേണ്ട, വെറുതെ നമ്പർ കൂട്ടിക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്ക് UPI വഴി ഏത് ആപ്പാണോ ഉപയോഗിച്ചത്, അത് ഫോൺ പേ ആവട്ടെ, ഗൂഗിൾ പേ ആവട്ടെ, പേടിഎം ആവട്ടെ, ഏത് ആപ്പാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ഹെൽപ്പ് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഹെൽപ്പ് ലൈനിലേക്ക് നമ്മൾ അയച്ചു കൊടുത്ത ആളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ വിത്തിൻ 1 അവറിനകത്ത് അവർ നമുക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടാനുള്ള വഴി നമുക്ക് ഉണ്ടാക്കി തരും. അപ്പം തന്നെ നമുക്ക് ആ 1 അവറിനകത്ത് ക്യാഷ് തിരിച്ച് കിട്ടും. അതും അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നടപടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ളവർക്ക്, അപ്പോൾ ഇത് അറിയാത്തവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരു സബ്സ്ക്രൈബ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടും കരുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് വീഡിയോസുകളാണ് നിങ്ങൾക്ക് കാണാനും പറ്റുന്നത്. അപ്പോൾ ഉപയോഗപ്രദമാണെന്ന് കണ്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഉപയോഗപ്രദമായിട്ടുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.